നോക്ക് ജെയിംസ്, ഞാനൊരു NRI. ഇവിടുത്തെ സെറ്റപ്പ് ഒക്കെ കാണുമ്പോ അറിയാം, അത്യാവശ്യം കാശൊക്കെ ഉണ്ട്. അത് എന്റെ ഈ 2 മക്കൾക്കുള്ളതാ. കാര്യങ്ങളെ തുറന്ന് സമീപിക്കുക എന്നുള്ളതാ എന്റെ ഒരു രീതി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രണയ കഥയിൽ ഒരു വില്ലൻ കളിക്കാനൊന്നും എനിക്ക് താല്പര്യവും ഇല്ല. അതൊട്ട് വർക്കൗട്ട് ആവത്തില്ലെന്നും എനിക്കറിയാം. തനിക്ക് കുടുംബവും ബന്ധുക്കളും ഇല്ല എന്നുള്ളത് എനിക്കൊരു വിഷയമല്ല. വിഷയമാകുന്നത് തനിക്കൊരു സ്ഥിര വരുമാനമുള്ള ജോലിയില്ല എന്നുള്ളതാണ്. ആർട്ടിസ്റ്റാണ്, അസിസ്റ്റന്റ് ഡയറക്ടറാണെന്നൊക്കെ പറയുന്നത് ഒരു തരം ഉടായിപ്പ് ഏർപ്പാടാ. അധിക വരുമാനവും കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ എന്റെ മകളെ ജെയിംസിന് വിവാഹം കഴിച്ചു തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അല്ല അപ്പച്ച, ഞങ്ങൾക്ക് കൃത്യമായ ചില പ്ലാനുകളൊക്കെ ഉണ്ട്. ഞാൻ 2-3 ബാങ്കിൽ ടെസ്റ്റ് ചെയ്തിരിക്കല്ലേ, എവിടെയെങ്കിലും കിട്ടാതിരിക്കില്ല. അപ്പോഴേക്കും ജെയിംസിന് സ്വന്തമായൊരു ആഡ് ഏജൻസി. നാളെ അത് കിട്ടും ഇത് കിട്ടും എന്നുള്ളത് പ്രതീക്ഷ. ഇന്നെന്തുണ്ട് അതാണ് യാഥാർത്ഥ്യം. ഇനിയിപ്പോ നിന്റെ ജോലിയുടെ വരുമാനം കൊണ്ട് ജീവിക്കാനാണെങ്കിൽ ഇയാളെ ഞാനൊരു ഭർത്താവ് ജോലിക്കാരൻ എന്നേ വിളിക്കൂ. പ്രേമം വെറും ഭ്രമമാണ്, യാഥാർത്ഥ്യമാണ് സത്യം. അത് ജീവിച്ചു തുടങ്ങുമ്പോഴേ മനസ്സിലാകൂ. ഇവിടെ പോലെ ഏതൊരച്ഛനെ പോലെ ഞാനും ആഗ്രഹിക്കുന്നത് എന്റെ മകളുടെ നല്ല ഭാവിയാണ്. അതിനായിട്ട് നല്ല തറവാട്ടിൽ പിറന്നൊരു MBA-കാരനെ ആലീസിന് വേണ്ടി ഞാൻ കണ്ടുവച്ചിട്ടുമുണ്ട്. ഒരപ്പച്ചന്റെ കടമ ഞാൻ ചെയ്യുന്നു. അതല്ല എന്റെ വാക്ക് ധിക്കരിച്ച് വിവാഹം കഴിക്കാനാണ് ഇനിയും നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അതിന്ന് തീരുമാനിക്കാം. പിന്നെ പിള്ളേരുടെ പഠിത്തം, കാറ്, വീടിന്റെ ലോൺ എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് ഈ വീടിന്റെ പടി ചവിട്ടിപ്പോവരുത്. എന്റെ പ്രേമം എനിക്ക് വെറുമൊരു ഭ്രമമല്ല. അത് ഡേവിസ് തെക്കേപ്പറമ്പിൽ അറിയില്ലെങ്കിലും നിനക്കറിയാം. തീരുമാനം നിന്റേതാണ് ആലീസ്.